ഇപ്പൊ എന്റെ രാവിലെകൾ തുടങ്ങുന്നത് ഇത് എങ്ങനെയാണ്. രാത്രി ഒന്നും ഉറക്കമില്ലാത്തതുകൊണ്ട് ഇപ്പൊ രാവിലെയാണ് കേട്ടോ ഉറങ്ങുന്നത്. ഞാൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ കുഞ്ഞിനെ എടുത്തോണ്ട് വരും. പിന്നെ ചേട്ടനും അനിയത്തിയും അമ്മയൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് ഫുഡെല്ലാം കഴിച്ചോട്ടെ, നമുക്കിന്ന് കുഞ്ഞിനെ വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തയ്പ്പിച്ച ഡ്രസ്സുകളാണ് കേട്ടോ. ഇപ്പൊ വയറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിടപ്പുണ്ട്. എപ്പോഴും വയറിൽ ഇങ്ങനെ പിടിച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും മോനും റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. ഞാനും അമ്മ ഇങ്ങനെയാണ് വാക്സിനേഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അരുന്നൻ്റെ അമ്മ തൈക്കാട് ഹോസ്പിറ്റലിൽ നേഴ്സാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് വാക്സിനേഷൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്മ ചെന്ന് OP ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാക്സിനേഷനൊക്കെ എടുത്തു. ജസ്റ്റ് ഒന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ വീട്ടിലോട്ടാണ് വന്നുകൊണ്ടതിന് ഫുഡ് കഴിച്ചോട്ടെ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ സാന്ദ്ര വാവേനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാന്ദ്ര ഞാനിവിടെ ഭയങ്കര സംസാരമായിരുന്നു. ഡെലിവറിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം സംസാരിച്ചു. ഈയിടെയായിട്ട് ഒരുപാട് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡാണ്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ പോലും ഇത്രയും ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഒരുപാട് ഫുഡ് കഴിക്കുന്നത്. ഇപ്പൊ ഫുള്ളും ഗസ്റ്റുകളുടെ മേളമാണ് കേട്ടോ. കാരണം എല്ലാവരും കാണാൻ വരുന്നുണ്ട് വാവേനെ. പിന്നെ വാവയ്ക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടന്റെ ഭാര്യയും പ്രഗ്നന്റ് ആണ് കേട്ടോ. എന്റെ നെയ്ബറാണ് മധുചേട്ടൻ. അപ്പൊ ചേട്ടന് പെൺകുഞ്ഞാണ് കേട്ടോ ഉണ്ടായത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലഡു ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. പിന്നെ വൈകുന്നേരമൊക്കെ ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുവാണ്. കാരണം നാളെ തൊട്ട് പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മളവിടെ ചെന്ന് സ്റ്റേ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എന്റെയും കുഞ്ഞിന്റെയും കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അമ്മയാണ് എല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കുന്നത്. രാത്രി കുഞ്ഞിന്റെ മേലൊക്കെ ഒന്ന് ചൂടുവെള്ളം വെച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫീഡൊക്കെ ചെയ്തിട്ട് ഞാൻ അമ്മയുടെ കൊടുത്തു. ഇന്ന് എന്റെ അരുന്നന്റെ 5th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. രാത്രി പുറത്തുനിന്ന് നടന്നിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. കുഞ്ഞിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഇന്ന് ഫുള്ളും നമ്മള്. അപ്പൊ വാവ വന്നതിന് ശേഷമുള്ള 1st വെഡിങ് ആനിവേഴ്സറി ആണ് നമ്മുടേത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി.